പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിക്കുന്ന കുട്ടികളുടെ കൂടി ഇരുന്നു എന്നുള്ളത് ശരിയാണ്. ഇയാൾ എന്തോന്നു നീ പറയണേ? അവരെ കഞ്ചാവ് വലിക്കുന്നത് തെറ്റാണ്. നിങ്ങളാരും കഞ്ചാവ് വലിക്കരുത്, കഞ്ചാവ് ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോയതാണ്. ഈ തങ്കപ്പെട്ട ചേട്ടനെ കുറിച്ചാണോ നീ അനാവശ്യം? ആ സമയത്താണ് ഈ കശ്മലന്മാരായ എക്സൈസുകാർ ചാടി വീണ് ഈ ചെറുപ്പക്കാരനെ പിടികൂടി. അദ്ദേഹത്തിന് കഞ്ചാവുമായിട്ടൊരു ബന്ധമില്ല. ജനിച്ച പിന്നെ കഞ്ചാവ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അതിന്റെ സ്മെല്ലും അറിയില്ല. കുഞ്ഞാണല്ലേ. പിന്നെ ഏണസ്റ്റോ ചെഗുവേര പണ്ട് കഞ്ചാവ് വലിക്കുമായിരുന്നു എന്നാണ് പാർട്ടിയുടെ ശത്രുക്കൾ പറയുന്നത്. നമുക്കറിയില്ല. അതൊക്കെ അസൂയക്കാർ വെറുതെ പറഞ്ഞു വരുത്തുന്നതല്ലേ. ഏതായാലും ഈ ചെറുപ്പക്കാരന് കഞ്ചാവുമായിട്ടൊരു ബന്ധമില്ല. ഒരു സാധു പയ്യനാണ് ഈ കനിവ്. അവന്റെ പേരിൽ തന്നെ കനിവുണ്ട്, പ്രത്യേകം പറയേണ്ടതില്ല. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണ ഈശ്വര, എന്തൊരു ചൈതന്യം. അപ്പോഴത്തേക്കും ഈ ഹൃദയശൂന്യനായ എക്സൈസുകാർ ഞാൻ എന്ത് ചെയ്തു? നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്കുന്നി എന്ന് പറഞ്ഞത് സത്യത്തിൽ എക്സൈസുകാരെ ഉദ്ദേശിച്ച. പോലീസുകാരന് ഇതുപോലത്തെ ഒരു മര്യാദ കാണിക്കില്ല. അതെന്താ? എക്സൈസുകാര് ഈ കരിവിനെ 9ാം പ്രതിയായിട്ട് FIR. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. അതുവരെ പ്രതിഭ പറഞ്ഞത് ഞാൻ ഇവർക്കെതിരെ മഹാരാഷ്ട്ര കേസ് കൊടുക്കും, ഏഷ്യാനെറ്റ് പൂട്ടിക്കും, 24 ന്യൂസ് പൂട്ടിക്കും, ശ്രീകണ്ഠൻ നായർ കമ്പി പിടിക്കും എന്നൊക്കെയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചു. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് മാധ്യമങ്ങൾ നിൽക്കരുത്. ഏതെങ്കിലും MLA-മാരുടെ മക്കള് കഞ്ചാവ് വലിക്കണേ വലിച്ചോട്ടെ, ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ, വലിച്ച് നന്നാവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ആ വാർത്ത വിട്ടേക്കണം. അതിന്റെ പുറകെ നടക്കരുത്. അതൊക്കെ വളരെ മോശമാണ് എന്ന് നമ്മുടെ നാട്ടിലെ ഈ മാപ്രകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. അപ്പെല്ലാം പറഞ്ഞു